ഹലോ എവ്രി വൺ, വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് പ്രേക്ഷകരുടെ ഫസ്റ്റ് ഇംപ്രഷൻ എന്താണ്. ഒരാൾ പ്രേക്ഷകരെ ആദ്യമായി കാണുമ്പോൾ അവരുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് 2 കാർഡ്സ് ആണ് ഇവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് സീ. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് 10 of Pentacles. സോ ഗ്രൂപ്പ് 1 10 of Pentacles and group 2 okay, group 2 please. 5 of Swords. Okay, so group 1 10 of Pentacles and group 2 5 of Swords ആണ്. കാർഡ്സ് നോക്കി സെലക്ട് ചെയ്യാം, ടൈം സ്റ്റാമ്പ് നോക്കി സെലക്ട് ചെയ്യാം. ഓക്കെ, ആൻഡ് 2 ഗ്രൂപ്പ് കാണണമെന്നുണ്ടെങ്കിൽ കാണാവുന്നതാണ്. ഇവിടെ ഒരു ഡിസ്ക്ലെയിമർ ഉണ്ട് ഗൈസ്. ഫസ്റ്റ് ഗ്രൂപ്പ് കണ്ടിട്ട് നിങ്ങൾ സെക്കൻഡ് ഗ്രൂപ്പിൽ വരുമ്പോൾ ഓക്കെ എനർജീസ് ഈക്വൽ ആകാം. ഓക്കെ, ചില പ്രേക്ഷകർ അതേ സെയിം ദാറ്റ് ഈസ് രണ്ടും ഒന്നിച്ച് കാണുമ്പോൾ അവരുടെ എനർജി ഞാൻ പിക്ക് ചെയ്യുന്നതാകാം. ഓക്കെ, സോ അങ്ങനെ റീഡിംഗ് സത്യമാണോ അല്ലെങ്കിൽ റീഡിങ്ങിൽ പറയുന്നത് ശരിയാണോ എന്ന ഡൗട്ട്സ് ഉള്ളവർ പിക്ക് എ കാർഡ് റീഡിങ്സ് വേറെയും ഈ ചാനലിലുണ്ട്, കണ്ടു നോക്കുക. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഗ്രൂപ്പ് 1. ഹലോ ഗ്രൂപ്പ് 1 ചൂസ് ചെയ്തത് 10 of Pentacles ആണ്. സോ എന്താണ് പ്രേക്ഷകർ അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം ആൾക്കാർ പ്രേക്ഷകരെ കാണുമ്പോൾ എന്താണ് അവരുടെ മനസ്സിൽ ഉദിക്കുന്ന കാര്യം. ഓക്കെ, നിങ്ങളെക്കുറിച്ച് അവരെന്താണ് ധാരണ വെക്കുന്നത്. സോ ബിക്കോസ് 10 of Pentacles ഇവിടെ ഉണ്ട്, ആദ്യം ഞങ്ങൾ കാർഡ്സ് എടുക്കാം ആൻഡ് ദെൻ നമുക്കത് റിലേറ്റ് ചെയ്യാം. സോ വാട്ട് ഇസ് ദ ഫസ്റ്റ് ഇംപ്രഷൻ. ഓക്കെ, 6 of Pentacles in reverse ആണ്. ഓക്കെ ഫൈൻ. 9 of Swords. എന്താണ് ഫസ്റ്റ് ഇംപ്രഷൻ പ്രേക്ഷകരെ ആദ്യമായിട്ട് കാണുമ്പോൾ എന്താണ് ഫസ്റ്റ് ഇംപ്രഷൻ. 3 of Wands. 5 of Swords and 2 of Cups. Okay, വളരെ ഡിഫറെൻറ്റ് ആൻഡ് ആസ് വെൽ as 2 of Pentacles ആണ് അണ്ടർ ദ ഡെക്ക്. സോ എന്താണ് പ്രേക്ഷകരുടെ ഫസ്റ്റ് ഇംപ്രഷൻ. ആൾക്കാർ പ്രേക്ഷകരെ കാണുമ്പോൾ വളരെ ടയേർഡ് ആയിട്ടുള്ള എനർജിയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ എനർജിയാണ് അവിടെ വരുന്നത്. ഓക്കെ, ഭയങ്കരമായിട്ട് ടയേർഡ്നെസ്, ഏറെ ഗിവിങ്. ഓക്കെ, നിങ്ങൾ ഒത്തിരി ഗിവ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ആർക്കെന്ത് ഹെൽപ്പ് വേണോ നിങ്ങൾ അവൈലബിൾ ആണ്. ഓക്കെ, നിങ്ങളെ കാണുമ്പോഴേ അവർക്ക് തോന്നുന്നത് വളരെ ഫ്രണ്ട്ലി ആൻഡ് വളരെ ഗിവിങ് ആയിട്ടുള്ള ഒരു നേച്ചറാണ്. ഓക്കെ, ഒത്തിരി ടെൻഷൻ സ്ട്രെസ് എടുക്കുന്ന ഒരാളാണ്. ഓക്കെ, ആക്റ്റീവാണ്, വളരെ ആക്റ്റീവാണ്. ഓക്കെ, ഏത് പ്രശ്നത്തിനും നിങ്ങൾ പുറകിട്ട് ദാറ്റ് ഈസ് നിങ്ങൾ മാറില്ല. ഒരു പ്രശ്നം കണ്ടാൽ നിങ്ങൾ മാറിപ്പോകാത്ത ആളാണ്. ഓക്കെ, ദാറ്റ് ഈസ് നിങ്ങൾ ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ വന്നാൽ അതിനി നല്ലതായിക്കോട്ടെ ചീത്തതായിക്കോട്ടെ സ്ട്രഗിൾസ് ആയിക്കോട്ടെ ഈസി ഗോയിങ് ആയിക്കോട്ടെ നിങ്ങളത് ഏറ്റെടുത്തിരിക്കും. ഓക്കെ, ആൻഡ് 6 of Pentaclesൽ ഒരു കാര്യം കൂടിയുണ്ട്. ദാറ്റ് ഈസ് എവിടെയോ ഇംബാലൻസ് ഉണ്ട്. ദാറ്റ് ഈസ് അവർക്ക് സെൻസ് ചെയ്യാം ദാറ്റ് നിങ്ങളുടെ ലൈഫിൽ എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. ഓക്കെ, നിങ്ങൾ അർഹിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ള ഒരു എക്സ്പ്രഷൻ, എന്നുള്ള ഒരു ഇംപ്രഷനാണ് പ്രേക്ഷകരുടെ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ലഭിക്കുന്നത്. ഓക്കെ, എന്നാൽ അവർക്ക് ഈ ഒരു കാര്യം അറിയാം ദാറ്റ് നിങ്ങൾ വളരെ അട്രാക്റ്റീവാണ്, വളരെ അട്രാക്റ്റീവ്. ഓക്കെ, ഏതാൾക്കും നിങ്ങൾക്കൊപ്പം നിൽക്കാൻ ആഗ്രഹമുണ്ട്. നോട്ട് ഓൺലി റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്, ഇത് റൊമാൻറ്റിക് റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് മാത്രമല്ല, നിങ്ങളുടെ മ്യൂച്വൽ റിലേഷൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്സ്,
ഓക്കെ, അവർക്കൊക്കെ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കാൻ, നിങ്ങളോട് സംസാരിക്കാൻ ഇഷ്ടമാണ്. ഓക്കെ, നിങ്ങൾ വളരെ വൈബ്രൻറ്റ് എനർജിയാണ്. ദാറ്റ് ഈസ് ആർക്കും നിങ്ങളോട് വന്ന് സംസാരിക്കാം. വളരെ ലൈറ്റ് ഹാർട്ടഡ് എനർജി ആണ് നിങ്ങൾ. ചില ആൾക്കാർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടൊരു അഭിപ്രായമുണ്ട്. ദാറ്റ് ഈസ് നിങ്ങൾ ആരുടെ ജീവിതത്തിലാണോ അവരുമായിട്ട് നിങ്ങൾ വളരെ കമ്മിറ്റഡ് ആയിരിക്കും. ഓക്കെ എന്നുള്ള ഒരു അഭിപ്രായം അവർക്കുണ്ട്. ആൻഡ് അണ്ടർ ദ ഡെക്ക് 2 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വന്നത്. അവർക്ക് അഭിപ്രായമുണ്ട് ദാറ്റ് മണി നിങ്ങൾ വളരെ നന്നായി ഹാൻഡിൽ ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് പണമുണ്ടെങ്കിൽ ആ പണത്തെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾക്കറിയാം. ചില പ്രേക്ഷകർ, ദാറ്റ് ഇസ് ചില മെമ്പേഴ്സിന് പ്രേക്ഷകരുടെ ഡ്രസ്സിങ് സെൻസ് വളരെ നല്ലതാണ്, ഇഷ്ടമാണ്. ഓക്കെ, നിങ്ങൾ വളരെ എലഗൻറ്റ് ആണ്. ഓക്കെ, നിങ്ങളെ കണ്ടാൽ നിങ്ങൾ എപ്പോഴും ഒരു വളരെ നല്ല സാമ്പത്തിക ഒരു കുടുംബത്തിൽ നിന്നാണ് വന്നത് എന്നത് അവർക്ക് തോന്നും, ഈവൻ തോ നിങ്ങളുടെ കയ്യിൽ ആ സാമ്പത്തികം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. ഓക്കെ, ഇവിടെ നമുക്ക് 10 ഓഫ് പെൻറ്റക്കിൾസുമായിട്ട് റിലേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അവരുടെ ധാരണ ദാറ്റ് സമ്പത്തിൽ നിങ്ങൾ മുഴുകിയിരിക്കുകയാണ്. ദാറ്റ് ഈസ് നാനാഭാഗങ്ങളിലൂടെ നിങ്ങളുടെ അടുത്ത് സമ്പത്തുണ്ട്. ഓക്കെ, ചില മെമ്പേഴ്സിന് ബിക്കോസ് ഇവിടെ 2 ഓഫ് കപ്സ് റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്സ് എല്ലാം വളരെ നല്ലതാണ്. ഓക്കെ, സോ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ അടുത്ത് അട്രാക്റ്റ് ആകുന്ന ആൾക്കാരുടെ ജീവിതത്തിൽ അവരുടെ റിലേഷൻഷിപ്സ് അത്ര നല്ലതല്ലായിരിക്കും. ഓക്കെ, റൊമാൻറ്റിക് മാത്രമല്ല, അവരുടെ ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അവരുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ അവരുടെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഓക്കെ, അവരുമായിട്ടും അവരുടെ റിലേഷൻഷിപ്പ് അത്ര നല്ലതല്ലായിരിക്കും. അങ്ങനത്തെ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ നിങ്ങളിൽ അട്രാക്റ്റ് ആകുന്നത്. ആൻഡ് അവർക്ക് തോന്നുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പ്യോർ നല്ല റിലേഷൻഷിപ്പാണ്. ഓക്കെ, ജസ്റ്റ് ബിക്കോസ് നിങ്ങളുടെ ഇടപെടൽ, ഓക്കെ, നിങ്ങളുടെ ഇടപെടൽ വളരെ സ്മൂത്താണ്, നിങ്ങളെല്ലാവരെയും അംഗീകരിക്കുന്ന ഒരാളാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയ സമ്പത്തുണ്ട് എന്നതാണ് അവരുടെ ധാരണ. ഓക്കെ, ഓൾ റൈറ്റ്. ഓക്കെ, വാട്ട് ഈസ് ദ ഫസ്റ്റ് ഇംപ്രഷൻ? പ്രേക്ഷകരുടെ ഫസ്റ്റ് ഇംപ്രഷൻ എന്താണ്? Oh my goodness, the chosen one, fast track to ascension. Okay, see, even ചില പ്രേക്ഷകർ സ്പിരിച്വൽ ലെവലിൽ വളരെ നല്ല രീതിയിൽ ഉയർന്ന ആൾക്കാർക്ക് അവർക്കറിയാം ദാറ്റ് നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും നേടും. ഓക്കെ, സ്പിരിച്വാലിറ്റിയിൽ നിങ്ങൾ നേടും. ഓക്കെ, ആയത് കുഞ്ഞുനാൾ മുതൽ തന്നെ, അല്ലെങ്കിൽ നിങ്ങളെ അറിയാവുന്നവർ, അടുത്തറിയാവുന്നവർക്കറിയാം നിങ്ങൾ ഏറ്റവും ദേവഭക്തരും പൂജാ കാര്യങ്ങൾ അല്ലെങ്കിൽ റിച്വൽസിലൊക്കെ ഏർപ്പെടുന്ന കാര്യങ്ങളാണ് അവരവരുടെ മതത്തിൽ. ഓക്കെ, ഇതേ കാര്യം ആദ്യമായിട്ട് നിങ്ങളെ കാണുന്നവർക്കും ഫീൽ ചെയ്യാറുണ്ട് ദാറ്റ് നിങ്ങൾ വളരെയധികം റിലീജിയസ് ആണ്. ഓക്കെ, ഈ 6 ഓഫ് പെൻറ്റിക്കിൾസുമായിട്ടുള്ള ഒരു ബന്ധിക്കുന്ന കാർഡാണ് ദ ചോസൺ വൺ. ഓക്കെ, നിങ്ങളെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ ലോൺലിനെസ് അവർക്ക് മനസ്സിലാകും. ഓക്കെ, സോ ലോൺലിനെസ് എന്ന് പറയുമ്പോൾ ഈവൻ തോ അവരുടെ ഒരു ധാരണ നിങ്ങളുടെ റിലേഷൻഷിപ്സ് വളരെ നല്ലതാണ്, എല്ലാം നല്ലതാണ്, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് എന്നുള്ള ഒരു തോന്നലും അവർക്കുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഗൈഡൻസ് ഉണ്ട് പ്രേക്ഷകർക്ക്. സ്പിരിച്വലി വലിയതായിട്ട്, അതായത് സ്പിരിച്വലി എൻലൈറ്റൻഡ് ആയിട്ടുള്ള മെമ്പേഴ്സിന് അല്ലെങ്കിൽ ആൾക്കാർക്ക് നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ എനർജി സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ ഗൈഡൻസ് വരുന്നത് നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യുക. ഓക്കെ, ദിവസേന നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യുക. ബിക്കോസ് അവർക്കറിയാം നിങ്ങൾ ചോസൺ വൺ ആണ്, അവർക്കറിയാം നിങ്ങളുടെ എനർജി എത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ചോസൺ വൺ എന്ന് പറയുമ്പോൾ ദാറ്റ് മീൻസ് നിങ്ങൾക്ക് സ്പെഷ്യൽ ഗിഫ്റ്റ്സ് അവൈലബിൾ ആണ്. പ്രേക്ഷകർക്ക് അറിയില്ലായിരിക്കാം. ഓക്കെ, ചില പ്രേക്ഷകർക്ക് അവരുടെ ഗിഫ്റ്റ്സ് അറിയാം, ചില പ്രേക്ഷകർക്ക് അറിയില്ല. സോ അറിയുന്ന പ്രേക്ഷകർക്കും അറിയാത്ത പ്രേക്ഷകർക്കും ഓക്കെ, പക്ഷേ ഈ കാണുന്നവർക്ക് അവർക്ക് നിങ്ങളുടെ ഗിഫ്റ്റ്സ് എന്താണെന്ന് മനസ്സിലാകും. സ്പിരിച്വലി
എൻലൈറ്റൻഡ് ആയിട്ടുള്ള സോൾസിന്. ഓക്കെ, സോ അവർ നിങ്ങളുടെ ഗിഫ്റ്റ്സിനെ ടാമ്പർ ചെയ്യാൻ സാധ്യതയുണ്ട്. സോ ബി കെയർഫുൾ എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സി ചോസൺ വൺ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ബട്ട് ഇറ്റ്സ് ഹെക്ടിക്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ കെയർ ചെയ്യേണ്ടതാണ്. ഓക്കെ, സോ അതാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ എനർജി ചൂസ് ചെയ്ത് അവരുടെ സ്പിരിച്വൽ എൻലൈറ്റ്മെൻറ്റിലേക്ക് മുന്നോട്ട് പോകാൻ ചില ആൾക്കാർ ആഗ്രഹിക്കാറുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ് ആൻഡ് അത് പ്രേക്ഷകർ സംരക്ഷിക്കേണ്ടതാണ്. ഓക്കെ, ഓൾ റൈറ്റ്. സോ എന്താണ് ഫസ്റ്റ് ഇംപ്രഷൻ? ഫസ്റ്റ് ഇംപ്രഷൻ ഹീലിംഗ്, സെപ്പറേഷൻ, ഗോ വിത്തിൻ. ഓക്കെ, ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു ഒറ്റപ്പെടൽ. ഓക്കെ, ഒറ്റപ്പെടലിൻ്റെ ഒരു എനർജി നിങ്ങളിൽ ചില മെമ്പേഴ്സിന് നിങ്ങളെ കാണുമ്പോൾ അനുഭവപ്പെടാറുണ്ട്. ഓക്കെ, സോ അവർക്കറിയാം നിങ്ങളുടെ എനർജി എങ്ങനെയാണെന്ന്. അവർക്കറിയാം ദാറ്റ് നിങ്ങളുടെ ഹീലിംഗ് പവേഴ്സ് കൂടുതലാണെന്ന്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ ഹീലിംഗ് എബിലിറ്റി ഉണ്ടെന്നത് അവർക്കറിയാം. ഓക്കെ, അത് ചില മെമ്പേഴ്സ് ചൂഷണം ചെയ്യാൻ ആഗ്രഹിക്കും. ഓക്കെ, ദാറ്റ് മീൻസ് അവർ നിങ്ങളുടെ അടുത്ത് വരുന്നത്, നിങ്ങളോട് ഫ്രണ്ട്ഷിപ്പ് ആഗ്രഹിക്കുന്നത് തന്നെ അവരെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ എനർജി എടുത്ത് അവർക്ക് ഹീൽ ചെയ്യാൻ പറ്റും. ആൻഡ് അതാണ് ഇവിടെ 6 ഓഫ് പെൻറ്റിക്കിൾസ് ഇൻ റിവേഴ്സിൽ കാണിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ എനർജി, നിങ്ങളെ ഇംബാലൻസ്, നിങ്ങൾ ഓൾറെഡി ഇംബാലൻസ് ആണ്. ദാറ്റ് മീൻസ് നിങ്ങൾ ഒത്തിരി കൊടുക്കുന്നു, ആവശ്യം ഇല്ലാത്തടത്തും നിങ്ങൾ ആ എനർജി കൊടുക്കുന്നു എന്നത് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. സോ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഈസിയാണ് എന്നത് അവർക്കറിയാം. ഓക്കെ, ചില പ്രേക്ഷകർ പറയും എന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഈസി അല്ല. നിങ്ങളെ ഡയറക്റ്റ്ലി മാനിപ്പുലേറ്റ് ചെയ്യണമെന്നില്ല, നിങ്ങളുടെ എനർജി ടാമ്പർ ചെയ്താൽ മതി. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ അവരുടെ പ്രശ്നങ്ങൾ കൊണ്ടിടുക. ഓക്കെ, അവരുടെ വിഷമങ്ങൾ എപ്പോഴും നിങ്ങളെ വിളിച്ച് പറയുക. ഓക്കെ, അതെന്താണ് ചെയ്യുന്നത്? അവരുടെ നെഗറ്റീവ് എനർജി നിങ്ങളുടെ ഹീലിംഗ് സ്പേസിൽ ഇടുകയാണ്, അവർ നോയിങ്ലി ഇടുകയാണ്. സോ ദാറ്റ് അവരുടെ ഏരിയ, അവരുടെ എനർജി ക്ലെൻസ് ആകാനും നിങ്ങളിൽ മൊത്തം ഡംപ് ചെയ്യാനാണ് അവർ ആഗ്രഹിക്കുന്നത്. സോ അത് ശ്രദ്ധിക്കൂ. ഓക്കെ, ഓൾറൈറ്റ്. ഫസ്റ്റ് ഇംപ്രഷൻ ട്രസ്റ്റ്, ആസ്ക്, ലിസൺ, എല്ലാം എന്ന ചില മെമ്പേഴ്സിന് ഓക്കെ അവർക്കറിയാം ദാറ്റ് നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ഓക്കെ, നിങ്ങൾക്കൊപ്പം അവർ നിന്നാൽ ദൈവം എങ്ങനെ നിങ്ങളെ സഹായിക്കുന്നു അവരെയും സഹായിക്കും. സോ ചില ആൾക്കാർക്ക് നിങ്ങളുടെ അടുത്ത് നിൽക്കാൻ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റാണ്, നന്മ കൊണ്ടാണ് അവർ വരുന്നത്. ഓക്കെ, എന്നാൽ ചിലയിടത്ത് അവർ നിങ്ങളെ ഡിപ്ലീറ്റ് ചെയ്യാനാണ് വരുന്നത്. ഓക്കെ, അവർക്ക് നിങ്ങളെ കാണുമ്പോഴേ നിങ്ങളുടെ എനർജി സെൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ആ എനർജി യൂസ് ചെയ്ത് അവരുടെ ജീവിതം നന്നാക്കാനാണ് കൂടുതലും ആൾക്കാർ ആഗ്രഹിക്കുന്നത്. കുറച്ച് പേര് മാത്രം അവർ വളരെ നന്മ ഉള്ള മനസ്സുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് വരുന്നത്. ദാറ്റ് നിങ്ങൾക്കൊപ്പം നിൽക്കണം, നിങ്ങളെ സഹായിക്കണം. നിങ്ങളെ ദൈവം സഹായിക്കുമ്പോൾ നമ്മളെയും സഹായിക്കും. സോ ഞങ്ങൾക്കും നല്ല എനർജി, നിങ്ങൾക്കും നല്ല എനർജി. ഓക്കെ, ആ ഒരു രീതിയിലാണ് ചില ആൾക്കാർ നിങ്ങളുടെ അടുത്ത് വരുന്നത്. ഓക്കെ, ഓൾ റൈറ്റ്. One more card. What is the first impression? Remember your identity, you can do it. Okay. ചില മെമ്പേഴ്സിന്, ചില ആൾക്കാർക്ക് നിങ്ങളെ കാണുമ്പോൾ അവർക്ക് തോന്നുന്നത് നിങ്ങൾ എന്തോ ഹൈഡ് ചെയ്യുന്നു എന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് പല കാര്യങ്ങൾ അറിയാം, പക്ഷെ അത് നിങ്ങൾ വ്യക്തമായി പറയാറില്ല. നിങ്ങൾ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾ വ്യക്തമായി പറയാറില്ല. ഓക്കെ, നിങ്ങളുടെ ആക്ച്വൽ ഐഡൻറ്റിറ്റി ചില ആൾക്കാർക്ക് എടുക്കാൻ പറ്റുന്നില്ല. സോ മൈറ്റ് ബി ആസ് നിങ്ങൾ ഹീലേഴ്സ് ആണ്, ഡെഫിനറ്റ്ലി നിങ്ങൾ ഏതെങ്കിലും മൊഡാലിറ്റി നിങ്ങൾ ചെയ്യുന്നുണ്ട്, ചെയ്യുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ ഹീലേഴ്സ് ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ശരിയാത്ത ആൾക്കാരുടെ അടുത്ത് ചിലപ്പോൾ നിങ്ങൾ പൂർണ്ണമായും കാര്യങ്ങൾ പറയുന്നില്ലായിരിക്കാം, ആൻഡ് അവർക്കത് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ മിക്ക ആൾക്കാർക്കും നിങ്ങൾ വിട്ടുകൊടുക്കില്ല, നിങ്ങളുടെ കാര്യങ്ങൾ വിട്ടുകൊടുക്കില്ല. ആരെങ്കിലും വന്ന് ചോദിക്കുകയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നു, സോ നിങ്ങൾ ആക്ച്വലി ചെയ്യുന്ന കാര്യമല്ലായിരിക്കും അവരോട് പറയുന്നത്. ഓക്കെ, സൈഡായിട്ട് ചെയ്യുന്ന സൈഡ് ബിസിനസ് ആകാം, സൈഡ് കോച്ചിങ് ആകാം, സംതിങ് വിച്ച് ഈസ് നോട്ട് സോ റെലവൻറ്റ്, അതായിരിക്കും നിങ്ങൾ പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഒത്തിരി ഹിഡൻ
ആയിട്ടുള്ള ആളാണ്, ഒത്തിരി കാര്യങ്ങൾ ഹിഡൻ വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതും ചില ആൾക്കാരുടെ അടുത്ത് നിങ്ങളുടെ ഫസ്റ്റ് ഇംപ്രഷൻ ആണ്. ഓൾ റൈറ്റ്. സോ എന്താണ് ഇനി നോക്കേണ്ടത്? For first impression, let's see. Advice. What is the advice for group 1? Take a take a break, a life's work, not a season. Get off the treadmill. Okay? So ഇവിടെ പ്രേക്ഷകർ ഏറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ അഡ്വൈസ് ആണ് സ്പിരിറ്റ് ഗൈഡ്സ് നൽകുന്നത്. എപ്പോഴൊക്കെ നിങ്ങൾ ചില ആൾക്കാരെ കാണുമ്പോൾ ഹെവിനെസ് നിങ്ങൾക്ക് തോന്നുന്നു, ഈവൻ തോ കാരണങ്ങളുണ്ടോ ഇല്ലയോ, ഹെവിനെസ് നിങ്ങൾക്ക് തോന്നുന്നു, നിങ്ങൾക്ക് പറ്റുന്നില്ല ഒരു കാര്യം ചെയ്യാൻ. ഓക്കെ, ബ്രേക്ക് എടുക്കൂ. ഡു നോട്ട് ഡു ഇറ്റ്. ഓക്കെ, സ്വിമ്മിങ് അറിയാവുന്നവർ സ്വിമ്മിങ്ങിന് പോകുക, ബീച്ചസിൽ പോകുക, ഇല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എടുക്കൂ, അമൃതം കുടിക്കുന്ന മാതിരി. ഓക്കെ, ആ വെള്ളത്തെ ആ ഒരു പൊസിഷനിൽ കുടിക്കൂ. ദാറ്റ് ഇസ് യെസ്, ഇത് അമൃതമാണ്, ഞാൻ വളരെ പെതുക്കെ ആസ്വദിച്ചായിരിക്കും ഈ വെള്ളം കുടിക്കുന്നത്. ഓക്കെ, എത്ര ബ്രേക്ക്, ഓക്കെ, എത്ര റിലാക്സേഷൻ നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും, അത് കൊണ്ടുവരൂ എന്നതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ ഗൈസ്, സോ ദാറ്റ്സ് ഇറ്റ്. ഇതാണ് പ്രേക്ഷകരുടെ ഫസ്റ്റ് ഇംപ്രഷൻ. ഓവറോൾ ഇറ്റ്സ് എ വെരി ഗുഡ് ഇംപ്രഷൻ. ഓക്കെ, നല്ല ഇംപ്രഷൻ തന്നെയാണ്. ആൻഡ് ചോസൺ വൺസ്. ഓക്കെ, നിങ്ങൾ ചോസൺ വൺ ആണ്. സോ സി, പല ആൾക്കാരും ഉണ്ട്, അവർ മറ്റാൾക്കാരുടെ എനർജിയിൽ ജീവിക്കുന്നവർ, എനർജി വാമ്പയേഴ്സ് നമ്മൾ പറയാറുണ്ട്. അവരെ കട്ട് ഓഫ് ചെയ്യുക. ഡെയിലി കോഡ് കട്ടിങ് ചെയ്യൂ. ബിക്കോസ് ഡെയിലി നിങ്ങൾ കോഡ് കട്ട് ചെയ്യുമ്പോൾ അന്നത്തെ ദിവസം ഒരാൾ നിങ്ങൾക്ക് നെഗറ്റീവ് കോഡ് തന്നില്ല എന്നുണ്ടെങ്കിൽ പോലും നേരത്തെയുള്ള കോഡ്സൊക്കെ നിങ്ങളുടെ റിമൂവ് ആയി പോകും. അത് നിങ്ങളുടെ എനർജി ലൈറ്റാക്കി വെക്കും. ഓക്കെ, സോ ഡു ദാറ്റ്. ആൻഡ് എൻ്റെ മറ്റൊരു ചാനലായ അക്കോർഡിംഗ് ടു ദ ടാരോ കാണുക, ഷോർട്സ് കാണുക, ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യുക. ഹീലിംഗ് ആൻഡ് പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള വാട്സപ്പ് നമ്പറും സെയിൽസ് ടീമിൻ്റെ വാട്സപ്പ് നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. മെസ്സേജ് ചെയ്യുക ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ. ആൻഡ് മറ്റു വീഡിയോസും കൂടി കണ്ടു നോക്കുക. സോ സീ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ. ഹലോ ഗ്രൂപ്പ് ടു ചൂസ് ചെയ്തത് 5 ഓഫ് സ്പോർട്സ് ആണ്. എന്താണ് പ്രേക്ഷകരുടെ ഫസ്റ്റ് ഇംപ്രഷൻ നോക്കാം. 10 ഓഫ് പെൻറ്റിക്കിൾസ്. ഓക്കെ, ഓൾ റൈറ്റ്. ഹാപ്പി, ജോളി, വൈബ്സ്, ഹെർമിറ്റ് കാർഡ്, പേജ് ഓഫ് വാൻഡ്സ്. Okay, 10 of swords. Okay, and ace of swords. All right, and under the deck is 7 of wands. So എന്താണ് പ്രേക്ഷകരുടെ ഫസ്റ്റ് ഇംപ്രഷൻ? ആൾക്കാർ പ്രേക്ഷകരെ കാണുമ്പോൾ നിങ്ങൾ വളരെ സമൃദ്ധിയുള്ള ആളാണ്. ഓക്കെ, 10 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങൾക്ക് വന്നത്. വളരെയധികം സന്തുഷ്ടമായുള്ളൊരു കുടുംബം, സാമ്പത്തികമായിട്ടും നല്ലൊരു ചുറ്റുപാട്. നിങ്ങളുടെ വീട് കണ്ടാൽ ഓക്കെ, ആ വീട്ടിലുള്ള ഐശ്വര്യം, ആ വീട്ടിലുള്ള സാധനങ്ങൾ വളരെയധികം ലക്സൂറിയസ് ആണ് നിങ്ങൾ എന്നാണ് അവരുടെ ഫസ്റ്റ് ഇംപ്രഷൻ. ഓക്കെ, നിങ്ങളുടെ വാർഡ്രോബ്, ഓക്കെ, നിങ്ങൾ വളരെ സ്റ്റൈലിഷ് ആണ്, മോഡേൺ ആണ് എന്നുള്ളതാണ് ഫസ്റ്റ് ഇംപ്രഷൻ. ചില മെമ്പേഴ്സ് നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്ക് ഏറെ നോളജ് ഉണ്ട്. ഓക്കെ, നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഏറെ കാര്യങ്ങൾ അറിയാൻ പറ്റും എന്നുള്ള ഒരു ധാരണയും പല മെമ്പേഴ്സിൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, അതൊരു സ്പിരിച്വൽ ലെവൽ അല്ല ഇവിടെ പറയുന്നത്, ഓവറോൾ ഒരു ലെവലാണ്. ദാറ്റ് ഈസ് ഏതൊരു ടോപ്പിക് നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നോ ആ ടോപ്പിക്കിനെ പറ്റിയിട്ട് ഒത്തിരി നോളജ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നതാണ് അവരുടെ ഫസ്റ്റ് ഇംപ്രഷൻ. ഓക്കെ, നിങ്ങളെപ്പറ്റി. പേജ് ഓഫ് വാൻഡ്സ് ആണ്. നിങ്ങൾ എപ്പോഴും യങ് ആയിട്ടിരിക്കുന്നതാണ്. ദാറ്റ് ഈസ് ചില മെമ്പേഴ്സ് നിങ്ങളെ കാണുമ്പോൾ അവരുടെ ഫസ്റ്റ് ഇംപ്രഷൻ, ദാറ്റ് ഈസ് അവർ ആലോചിക്കുന്നത് ഇയാൾക്ക് ഏജ് എന്താണ് കൂടാത്തത്. ബിക്കോസ് നിങ്ങൾ എപ്പോഴും യങ് ആയിട്ടാണ് അവർക്ക് കാണപ്പെടുന്നത്. ഓക്കെ, അവരുടെ ഏജ് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്, അവരുടെ ഫേസിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്, അവരുടെ ശരീരത്തിൽ വ്യത്യാസം വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എന്നും ഒരേപോലെയാണ്. ഓക്കെ, കഴിഞ്ഞ വർഷവും നിങ്ങൾ അങ്ങനെയായിരുന്നു, അതിന് മുമ്പത്തെ വർഷവും നിങ്ങൾ അതേ ഫിറ്റ്നസ്സിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, എന്താണ് നിങ്ങൾക്ക് പ്രായം വെക്കാത്തത്
എന്നതും ചില മെമ്പേഴ്സ് നിങ്ങളെ കാണുമ്പോൾ നിങ്ങളെ പറ്റിയിട്ടുള്ള ഫസ്റ്റ് ഇംപ്രഷൻ അതാണ്. ചില ആൾക്കാർക്ക് തോന്നുന്നത് നിങ്ങൾ വളരെ ബ്യൂട്ടി കോൺഷ്യസ് ആണ്. ഓക്കെ, നിങ്ങൾ ബ്യൂട്ടിക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നതും ഉണ്ട്. ഓക്കെ, നിങ്ങൾ വളരെ ഹൈ അതോറിറ്റി ഉള്ള ആളാണ്. ഹൈ അതോറിറ്റി ദാറ്റ് ഈസ് വലിയ വലിയ പൊസിഷനിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് എന്നതും ഒരു ഫസ്റ്റ് ഇംപ്രഷനാണ് നിങ്ങളെക്കുറിച്ചുള്ളത്. ഓക്കെ, 10 of Swords ആണ് വന്നത്. ചില ചില ആൾക്കാർ പ്രേക്ഷകരെ കാണുമ്പോൾ ഈവൻ ദോ നിങ്ങളെ കാണുമ്പോൾ എല്ലാം വളരെ നല്ലതാണ്. ഓക്കെ, യെറ്റ് എവിടെയോ നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്ന ഒരു തോന്നലും അവർക്കുണ്ട്. ചില ആൾക്കാർക്ക് അറിയാം നിങ്ങൾ നേരിട്ടിട്ടുണ്ട്, ചില ആൾക്കാർക്ക് തോന്നലാണ്. ബിക്കോസ് നിങ്ങൾ ഓൾറെഡി നല്ല സമ്പത്തിൽ നിൽക്കുകയാണ്. സോ ചില ആൾക്കാർ ആലോചിക്കുന്നത് ആ ഒരു സമ്പത്തിൽ എത്തണമെങ്കിൽ നിങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ടാകണം എന്നത് അവരുടെ മനസ്സിൽ ഉണ്ട്. ഓക്കെ, ബട്ട് ഈവൻ ദോ അവരുടെ കയ്യിൽ പ്രൂഫ് ഇല്ല, ഓക്കെ, ക്ലാരിറ്റി ഇല്ല. ഓൾ റൈറ്റ്, പക്ഷെ അവരുടെ ഫസ്റ്റ് ഇംപ്രഷനിൽ എപ്പോഴും ഈ ഒരു കാര്യം വരാറുണ്ട്, ദാറ്റ് നിങ്ങൾ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടാകണം. ഓക്കെ, Ace of Swords ആണ്. Ace of Swords, അവർക്ക് വളരെയധികം നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. നിങ്ങളെ കാണുമ്പോൾ തന്നെ അവർക്ക് നിങ്ങളെ വലുതാക്കി പറയാൻ ആഗ്രഹമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വളരെ ഇഷ്ടമാണ് അവർക്ക്. ഓക്കെ, നിങ്ങളെ ആദ്യമായിട്ട് കാണുന്നവർക്ക് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, നിങ്ങൾ എങ്ങനെ സംസാരിക്കുന്നു, എങ്ങനെ ആൾക്കാരോട് ഇടപെടുന്നു, അത് വളരെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻ്റലിജൻസ്, ഓക്കെ, നിങ്ങളുടെ സംസാരത്തിൽ തന്നെ നിങ്ങളുടെ ഇൻ്റലിജൻസ് കാണപ്പെടുന്നുണ്ട്. നിങ്ങൾ എന്ത് സംസാരിച്ചാലും ആ ബുദ്ധിപൂർവമായുള്ള സംസാരം അത് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. ആൻഡ് അണ്ടർ ദ ഡെക്ക് 7 of Wands ആണ് വന്നത്. വളരെ ടാക്ടിക് ആയിട്ടുള്ള ഒരു നേച്ചറാണ്. ദാറ്റ് ഈസ്, നിങ്ങൾ എന്ത് ചെയ്താലും നന്നായി ആലോചിച്ച് നന്നായി റിസർച്ച് ചെയ്ത് ചെയ്യുന്ന ഒരാളാണ് എന്നുള്ള ഒരു അഭിപ്രായം അവർക്കുണ്ട്. ബിക്കോസ് ഓഫ് ദി ഇൻ്റലിജൻസ്. ഓക്കെ, നിങ്ങളുടെ സംസാരത്തിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ ആ ബുദ്ധിപൂർവമായ ഒരു സംസാരം നിങ്ങൾ അവിടെ കാഴ്ചവെക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഫസ്റ്റ് ഇംപ്രഷൻ ഇതാണ്, ദാറ്റ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും വളരെ നന്നായി ആലോചിച്ച് നിങ്ങൾക്ക് ശരിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. Now this relates to 5 of Swords. സോ ഇവിടെ 5 of Swords ആണ് നിങ്ങൾ ചൂസ് ചെയ്തിരുന്നത്. ആൻഡ് ഇവിടെ പറയുന്നത് നിങ്ങൾക്കാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. ഓക്കെ, അക്കോർഡിംഗ് ടു ദീസ് കാർഡ്സ്. ഓക്കെ, സോ നിങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത് എന്ന അഭിപ്രായവും ചില ആൾക്കാർക്കുണ്ട്. ഓക്കെ, സോ മൈറ്റ് ബി ചില ആൾക്കാർക്ക് ഇതൊരു നെഗറ്റീവായിട്ടും എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് മാത്രമേ മുൻഗണന കൊടുക്കാറുള്ളൂ, നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ അത്രയും പ്രിഫറൻസ് കൊടുക്കില്ല അല്ലെങ്കിൽ കൊടുക്കാൻ സമ്മതിക്കില്ല എന്നത് വരാം. ഓക്കെ, ബിക്കോസ് ഇവിടെ 7 of Wandsഉം കൂടിയാണ് വന്നത്. ഓക്കെ, ആ പിക്ചർ ഡെപിക്ഷനും ആൻഡ് ഇതിൽ വരുന്ന മീനിങ് അനുസരിച്ചാണ് ഞാനിത് പറയുന്നത്. ഓൾ റൈറ്റ്, ഫസ്റ്റ് ഇംപ്രഷൻ എന്താണ് പ്രേക്ഷകരുടെ ഫസ്റ്റ് ഇംപ്രഷൻ ഫോർ ഗ്രൂപ്പ് 2? ഹൈ പ്രീസ്റ്റ്, പേഴ്സണൽ എംപവർമെൻറ്റ്. മെമ്പേഴ്സ് നിങ്ങളെ കാണുമ്പോൾ ഒരു അതോറിറ്റിയാണ് അവർക്ക്. ഓക്കെ, അത് നമുക്ക് നേരത്തെ മനസ്സിലായി. ഓക്കെ, അവർക്ക് തോന്നുന്നുണ്ട് ദാറ്റ് നിങ്ങൾ വളരെ ഹൈ പവറിലിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ആൻഡ് നിങ്ങൾ ഹൈ പവറിലിരിക്കുന്നവരാണ്. സപ്പോസ് നിങ്ങളെ ആദ്യമായിട്ട് ഒരാൾ കാണുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളൊരു കമ്പനിയുടെ മാനേജർ അല്ലെങ്കിൽ CEO പോസ്റ്റ് അല്ലെങ്കിൽ ബിസിനസ് നടത്തുന്നവരാണെങ്കിൽ ബിസിനസ് ഓണർ എന്നുദ്ദേശിക്കുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ വാർഡ്രോബ്, നിങ്ങളുടെ സ്റ്റൈലിംഗ് സെൻസ്, നിങ്ങളുടെ ഫേസ്, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, ഓക്കെ, നിങ്ങൾ നടക്കുന്ന രീതി, നിങ്ങളുടെ കോൺഫിഡൻസ്, ഇതൊക്കെ അവർക്ക് ഒരു ഇംപ്രഷൻ കൊടുക്കുന്നത് ദാറ്റ് നിങ്ങൾ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആണ്. ഓക്കെ, ദാറ്റ്സ് ക്യൂട്ട്. ഓൾ റൈറ്റ്, ഫസ്റ്റ് ഇംപ്രഷൻ. Mystical messages follow the sign. ഓക്കെ, ചില ആൾക്കാർക്ക്, ഓക്കെ,
ചില ആൾക്കാർക്ക് നിങ്ങളുടെ സ്പിരിച്വൽ ഇതിൽ സംശയമുണ്ട്. ഓക്കെ, നിങ്ങളുടെ സ്പിരിച്വൽ റിച്വൽസിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്പിരിച്വാലിറ്റിയിൽ അവർക്ക് സംശയമുണ്ട്. അവർക്ക് തോന്നുന്നത് ദാറ്റ് നിങ്ങൾ ഇത്രയും ലൈഫിൽ വിജയിക്കുന്നത്, ഓക്കെ, ചില ആൾക്കാർ നിങ്ങളെ കണ്ടിന്യൂസ്ലി കാണുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും ലൈഫിൽ വിജയിച്ചത് നേർവഴിയിലല്ല. ഓക്കെ, നിങ്ങൾ പല സ്പിരിച്വൽ ഹെൽപ്പ് എടുത്തിട്ടുണ്ട്, ആൻഡ് ദാറ്റ് ക്യാൻ ഇൻക്ലൂഡ് ഡിഫറെൻറ്റ് മാജിക്. ഓക്കെ, സോ ചില മാജിക് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ കൊണ്ടുവന്നത് എന്നത് ചിലർക്ക് സംശയമുണ്ട്. അതും ഒരു ഇംപ്രഷൻ ആണ് നിങ്ങളെ പറ്റിയിട്ട്. ഓൾ റൈറ്റ്, ഫസ്റ്റ് ഇംപ്രഷൻ ഓഫ് ഗ്രൂപ്പ് 2. ഫസ്റ്റ് ഇംപ്രഷൻ, ഓക്കെ, ടേക്ക് മീ ഹോം, പാത്വേ ടു ട്രൂ ലവ്. ഓക്കെ, സോ ചില ആൾക്കാർക്ക് നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ വളരെ സ്നേഹസമ്പന്നനായിട്ടുള്ള ഒരാളാണ്. ഓക്കെ, സോ സ്നേഹസമ്പന്നനായുള്ള യുവാവ്, സ്നേഹസമ്പന്നനായുള്ള യുവതി, ഓക്കെ, നിങ്ങളുടെ കൂടെ അവർക്ക് ഒരു പ്യോർ ലവ് അനുഭവിക്കാൻ കിട്ടും എന്നതാണ് അവരുടെ ഫസ്റ്റ് ഇംപ്രഷൻ. അത് ഫ്രണ്ട്സ് ആയിക്കോട്ടെ, മുതിർന്ന ആൾക്കാരായിക്കോട്ടെ, നിങ്ങളുടെ ഏജിലുള്ള ആൾക്കാരായിക്കോട്ടെ, റൊമാൻറ്റിക് പാർട്ട്നേഴ്സ് നോക്കുന്നവരായിക്കോട്ടെ, അവർക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഇംപ്രഷൻ ദാറ്റ് നിങ്ങളുടെ കൂടെ ജീവിതത്തിൽ എപ്പോഴും സ്നേഹമുണ്ടായിരിക്കും. ഓക്കെ, ആ ഒരു ലവിങ്നെസ്, ഒരു കൈൻഡ്നെസ്, നല്ല ജനറോസിറ്റി നിങ്ങൾക്കുണ്ട് എന്നതാണ് അവർക്ക് ലഭിക്കുന്ന മെസ്സേജ്. ഓൾ റൈറ്റ്, ഫസ്റ്റ് ഇംപ്രഷൻ of group 2. First impression of group 2, please. Clear energy blocks, activating higher chakras. Okay, നിങ്ങൾ ഏരിയ വർക്ക്, ഓക്കെ, നിങ്ങൾ ഫിസിക്കൽ വർക്ക്, മെൻ്റൽ വർക്ക്, സ്പിരിച്വൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് എന്ന ഒരു ഇംപ്രഷൻ ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ഫേസിൽ പെർട്ടിക്കുലർലി നല്ലൊരു ഗ്ലോ, ഓക്കെ, അത് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഹിയർ, ഓക്കെ, നിങ്ങളുടെ ഫേസിൽ പെർട്ടിക്കുലർലി നല്ല ഗ്ലോ ആണ് അനുഭവപ്പെടുന്നത്. ആൻഡ് അവർക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഈ ഗ്ലോ കിട്ടുന്നത് നിങ്ങളുടെ വർക്ക്, ദാറ്റ് ഈസ് നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നു, പ്രെയർ ഏറെ ചെയ്യുന്നു, ഭക്ഷണം കഴിക്കുന്നത് വളരെ മൈൻഡ്ഫുള്ളി ആണ് കഴിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ മെൻ്റൽ തോട്ട്സ് വളരെ നന്നായി ആലോചിച്ച്, അല്ലെങ്കിൽ മെൻ്റൽ തോട്ട്സ് ഒക്കെ വളരെ ടാക്ട്ഫുള്ളി ആണ് നിങ്ങൾ വെക്കുന്നത്, പോസിറ്റീവാണ് വെക്കുന്നത് എന്നതൊക്കെ ചില ആൾക്കാർക്ക് നിങ്ങളെ ഫസ്റ്റ് കാണുമ്പോൾ ഉണ്ടാവുന്ന ഇംപ്രഷൻ. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. സോ ഗ്രൂപ്പ് 2 നിങ്ങൾക്ക് നല്ല ഇംപ്രഷനാണ്. ഓക്കെ, ദാറ്റ് ഈസ് accept this mystical message, that is നിങ്ങൾ ഡിഫറെൻറ്റ് മാജിക്സ് ട്രൈ ചെയ്യുന്നുണ്ട് എന്നതൊഴിച്ച് ബാക്കിയെല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വ്യൂ ആണ് നിങ്ങൾക്കുള്ളത്. ഓക്കെ, സോ വാട്ട് ഈസ് ദി അഡ്വൈസ്? എന്ത് അഡ്വൈസാണ് പ്രേക്ഷകർക്ക്? Keepers of the earth, you are not alone. Ancient ancestors stand beside you. ആൻസസ്റ്റേഴ്സിനെ പ്രേ ചെയ്യൂ. ഓക്കെ, ബിക്കോസ് നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് നിങ്ങളുടെ വലിയൊരു പ്രൊട്ടക്ഷൻ ഷീൽഡ് ആണ്. അവരെപ്പോഴും നിങ്ങളെ കാക്കുന്നുണ്ട്, നിങ്ങൾക്കൊപ്പമുണ്ട്, നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സിൽ നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് ഉണ്ടെന്ന് ആരെങ്കിലും തെളിയിച്ചാൽ അല്ലെങ്കിൽ പറഞ്ഞാൽ എനിക്ക് ആശ്ചര്യമുണ്ടാവില്ല. ഓക്കെ, ബിക്കോസ് നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് തന്നെ നിങ്ങളുടെ ഗൈഡ്സ് ആയിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലാകും. ദാറ്റ് ഈസ് 2 ചോയ്സസിൽ ഏതെങ്കിലും ഒരു ചോയ്സ് നിങ്ങൾ എടുത്തിട്ട് ആ ചോയ്സ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയി. ഓക്കെ, കുറച്ച് കഴിയുമ്പോൾ, ദാറ്റ് ഈസ് ഒരു 1 വീക്ക് ഓർ ഈവൻ വിത്തിൻ 3 to 4 days നിങ്ങൾ പിന്നീടാണ് മനസ്സിലാക്കുന്നത് നിങ്ങൾ ആ ചോയ്സ് എടുത്തായിരുന്നെങ്കിൽ വളരെയധികം നഷ്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായേനെ എന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കൂ, നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് ആണ് അത് കളയിച്ചത്. ഓക്കെ, ബിക്കോസ് ആൻസസ്റ്റേഴ്സിനറിയാം എന്താണ് നിങ്ങൾക്ക് നല്ലത്, എന്ത് നിങ്ങൾക്ക് നല്ലതാവില്ല. ആൻഡ് അവരെപ്പോഴും നിങ്ങളുടെ സന്തോഷത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് ആഗ്രഹിക്കുന്നത് ദാറ്റ് നിങ്ങൾ എപ്പോഴും സന്തോഷമായി ഇരിക്കും. ഓക്കെ, ബിക്കോസ് നിങ്ങൾക്ക് കാണാം എത്ര ലെവൽ ഓഫ് പ്രൊട്ടക്ഷനാണ് അവർ നൽകുന്നത്. അവർ ഹയർ ലെവലിലാണ് നിൽക്കുന്നത് ആൻഡ് അതിന് താഴ്മേ നിങ്ങൾക്ക് ഏറെ പ്രൊട്ടക്ഷൻ അവർ അല്ലാതെയും നൽകുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് നിങ്ങളെ ഏറെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് മാത്രമല്ല നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് എല്ലാവരും അവരവരുടെ ആൻസസ്റ്റേഴ്സിനെ പ്രാർത്ഥിക്കുക,
അവർക്ക് വേണ്ടി ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യുക, റിച്വൽസ് ചെയ്യുക, പ്രെയർ ചെയ്യുക. ഓക്കെ, അവർക്ക് അവരുടെ റെലമിൽ ലൈഫ് നന്നായി ഇരിക്കാൻ പ്രാർത്ഥിക്കുക. സോ ദാറ്റ് അവരുടെ ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ഫാമിലിയുടെ ലൈഫിൽ വളരെയധികം ലഭിക്കട്ടെ. ഓക്കെ, സോ ദിസ് ഇസ് ദി ഗൈഡൻസ് ഫോർ യു ദാറ്റ് പ്രേ ടു യോർ ആൻസിസ്റ്റേഴ്സിനെ പ്രേ ചെയ്യുക. ഓക്കെ ഗായ്സ്, സോ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഒരു ചാനലായ അക്കോർഡിംഗ് ടു ദ ടാരോ കണ്ടു നോക്കുക. ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഫോളോ ചെയ്യുക, ഷോർട്സ് കാണുക. ഹീലിംഗ് ആൻഡ് പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള വാട്സപ്പ് നമ്പർ ആസ് വെൽ ആസ് സീസ് ടീമിൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. സോ സീ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.